ഹലോ ഫ്രണ്ട്സ്, റീന. നിങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ എല്ലാവരും തന്നെ, അല്ലേ? പക്ഷേ അതെങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും, അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അത് വളരെയധികം പ്രയാസകരമായ ഒരു സംഗതി തന്നെയാണ്. പക്ഷെ അതെങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തത്, പ്രത്യേകിച്ചും ഞാൻ നാടൊക്കെ വിട്ടിട്ട് വേറൊരു കൺട്രിയിൽ വന്ന് ജീവിതം സ്വന്തമായിട്ട് പയറ്റി വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരെയും ഒന്നുപോലെ കാണാനുള്ള ഒരു മനസ്സ് വേണം. വളരെയധികം ഓപ്പണായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ തരണം ചെയ്തും വന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മോട്ടിവേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് എനിക്ക് ഓർത്തു. നമ്മൾ ആദ്യം സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുക, പ്രത്യേകിച്ചും സ്ത്രീകൾ. ഇപ്പോൾ സ്ത്രീകൾക്ക് വിവാഹം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനു മുമ്പ് നിങ്ങൾ നേടിയെടുക്കേണ്ടത് സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു സ്റ്റാൻഡും നല്ലൊരു ജോബും നല്ല ഒരു രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് പോവുക. വിവാഹം ഒരു അത്യാവശ്യ ഘടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ജീവിതത്തെ പോസിറ്റീവായിട്ട് എടുക്കുക. ബൈ.